ഇന്നത്തെ വീഡിയോ ആഫ്രിക്കൻ മല്ലിയെ കുറിച്ചാണ്. പല വീടുകളിലും ഈ ആഫ്രിക്കൻ മല്ലി അവർ നട്ടു വളർത്തുന്നുണ്ട്. ഏറെ ഔഷധ ഗുണമുള്ള ചെടിയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നുമല്ല ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മല്ലിയുടെ മണം ആണ് മെയിനായിട്ടുള്ളത്. നമുക്ക് കറിയിൽ എല്ലാത്തിലും ഉപയോഗിക്കാം. ഇത് മല്ലിയിലേക്ക് പകരവും ഉപയോഗിക്കാം. ഇത് മെഡിസിൻ കൂടിയാൽ ആണ്. അപ്പോൾ പലരും വീട്ടിൽ നട്ടു വളർത്തി ഇത് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള മല്ലി ഇല ഉപയോഗിക്കും. ഇതിൽ നിന്ന് ഈ കാണുന്ന പൂവും കായ ഉണ്ടാവും. ഇതിൽ നിന്ന് വിത്ത് വീണ് മുളച്ച പുതിയ തൈ ഉണ്ടാവും. അതുകൂടാതെ കണ്ട് ഇത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് പുതിയ തൈകളിൽ ഉണ്ടാക്കാം. ചില നഴ്സറികളിൽ മാത്രം ഇതിന് അപൂർവമായിട്ട് ഇത് കിട്ടാറുണ്ട്. ഇതിൻ്റെ സൈഡ് മുഴുവനും വാള് പോലെയാണ്, അറക്കവാള് പോലെയാണ് ഇതിൻ്റെ ഇലയുടെ സൈഡെല്ലാം. കണ്ടില്ലേ, ഒരടി വരെ നീളത്തിൽ ഈ ഇല നന്നായിട്ട് കൃഷി ചെയ്താലുണ്ടാവും. പിന്നെ ഇതിലൊക്കെ മുള്ളുണ്ട്. മുള്ള് ഉണ്ടെങ്കിലും മുള്ള് കൈമലൊന്നും കയറില്ല. ഈ ഇലയുടെ സൈഡിൽ കാണുന്ന മുള്ളുകളാണ് മുഴുവനും. അറക്കവാള് പോലെ കാണുന്ന മുള്ളുണ്ടല്ലോ, ആ മുള്ള് കയ്യിൽ വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ പറയുന്നതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലരുടെ വീട്ടിലുണ്ട്, അവർ സംരക്ഷിക്കുന്നുണ്ട്. അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയട്ടെ. ബിരിയാണിയിലും മീൻ, ഇറച്ചി, മാംസക്കറികളിലും മല്ലിയില പോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് കൊത്തമല്ലി. മെക്സിക്കൻ മല്ലി, ബർമ മല്ലി, ചൈനീസ് മല്ലി, ഷീമ മല്ലി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൈസൂർ മല്ലിയാണ് ഈ ചെടി. അപ്പോൾ ഇതിൻ്റെ ഒരു അടി വരെ നീളത്തിൽ ഇത് ഇലകൾക്ക് നന്നായിട്ട് കൃഷി ചെയ്താൽ നീളത്തിലുണ്ടാവും. പ്രമേഹം, പനി, ഛർദി എന്നിവയ്ക്ക് ചായയായി ഉപയോഗിക്കാം. ഗുണവും രുചിയും ഉണ്ട്. കേരളത്തിൽ എവിടെയും വളരുത്. സാമ്പാറിലിടാം, ചമ്മന്തി ഉണ്ടാക്കാം, രസമുണ്ടാക്കാം. ഇതിന് നന വേണം. വേനൽക്കാലത്തും മാത്രം നന വേണമെന്ന് നിർബന്ധമാണ്. ഇലയ്ക്ക് സുഗന്ധമുണ്ട്. മല്ലിയില പോലെ എളുപ്പം കേടുവരില്ല. ഇളം മഞ്ഞ നിറത്തിൽ ധാരാളം പൂക്കൾ കാണും, ഇതിൽ ഉണ്ടാവും. യൂറിക് ആസിഡിനുള്ള ഒരു ഉത്തമ മരുന്നാണ്. യൂറിക് ആസിഡുള്ള പല ആളുകളും വന്ന് ഇതിൻ്റെ ഇല കൊണ്ടുപോയി കഴിച്ചിട്ട് അവർക്ക് അസുഖം മാറുന്നുണ്ട്, അവർ കൃഷി ചെയ്യുന്നുണ്ട്, അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് പലരും വന്നിവിടെ വന്ന് പറയാറുണ്ട്. ഉത്തമ മരുന്നാണ്. ദിവസം 2 ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ദിവസം 2 നേരം വീതം കുടിക്കുക. യൂറിക് ആസിഡ് മാറും. ഇലകൾ ചെറുനാരങ്ങ, മുസമ്പി പോലുള്ള ജ്യൂസുകളിൽ ചേർത്ത് കുടിക്കാം. കാലിലെ നീര് കുറയും. പൂവിൽ നിന്നും കായ ഉണങ്ങിയാൽ വിത്ത് ഉണങ്ങി മണ്ണിൽ വീണാൽ പുതിയ തൈകൾ ഉണ്ടാകും. ചിരവയുടെ നാക്ക് പോലെയാണ് ഈ ഇലയുടെ ഇരുവശങ്ങളിലും. നോക്കിക്കഴിഞ്ഞാൽ ചിരവയുടെ നാക്ക് പോലെയാണ് ഇതിൻ്റെ ഇരുവശങ്ങളും. വളമായി ചാണകപ്പൊടിയോ കടലപ്പിണ്ണാക്കോ ഉപയോഗിക്കാം. ആൻഡമാൻ ദ്വീപിൽ മാർക്കറ്റിൽ മല്ലിയില വാങ്ങാൻ കിട്ടും. കേരളത്തിൽ അപൂർവമായിട്ടാണ് പല മാർക്കറ്റുകളിൽ ഇത് കിട്ടുന്നത്. പോത്തിറച്ചി പാചകം ചെയ്യുമ്പോൾ അവസാനമായി ഒരില അരിഞ്ഞു ചേർത്താൽ അതിൻ്റെ ഒരു ചൂര് മാറിക്കിട്ടും. പോത്തിറച്ചിക്ക് ഒരു ചൂരുണ്ട് കഴിക്കുന്ന സമയത്ത്, അത് മാറിക്കിട്ടും. ഇതിൻ്റെ ഒരു ഇല അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ. പൂവ് തൊടാതിരുന്നാൽ വിത്തുകൾ ധാരാളം ഉണ്ടാവും. ഈ പൂവിൻ്റെ മുകളിൽ തൊടാതിരുന്ന വിത്തുകൾ ധാരാളം ആയിട്ടും ഉണ്ടാവും. ഇലയ്ക്ക് ഇലയിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കുറച്ച് നാൾ തുടർച്ചയായി കുടിച്ചാൽ കൊളസ്ട്രോൾ നോർമലാവും. അപ്പോൾ ഇത്ര ഔഷധ ഗുണം ഉള്ള ഒരു ചെടിയാണ് ഈ ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്നത്. അത് എല്ലാവരും വീട്ടിൽ സംരക്ഷിക്കുക. എവിടെന്നെങ്കിലും ഒരു തൈ കൊണ്ടുവന്ന് വയ്ക്കുക. അത് വന്ന് ഇതേമാതിരി കൊലയായിട്ട് പൂവുണ്ടാവും. ആ പൂവ് മണ്ണിൽ ടെറസിൻ്റെ മുകളിലൊക്കെ വയ്ക്കുന്ന സമയത്ത് ഇത് വേറെ ചട്ടിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ തൈ ഉണ്ടാവും. ഇല്ലെങ്കിൽ മണ്ണിൽ വീഴണമെങ്കിൽ അവിടെ വീണ് തന്നെ വീണ്ടും തൈകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു കട എത്ര നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും? ഇതിന്റെ തല പൂത്തു, ഇത് നിന്ന് ഉണങ്ങും. ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതെടുത്ത് അങ്ങനെ തന്നെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വിത്തുണ്ടായിട്ട് പുതിയ തൈകൾ ഉണ്ടാവും. ഇല്ലാതെ കണ്ട് ഇതിൽ നിന്ന് തന്നെ തൈകൾ ഉണ്ടാകാം. ഇതിവിടെ വെച്ച് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊരു തൈയാക്കാം. ഇതിങ്ങനെ നടാം. പക്ഷെ അത് അതിനേലും കൂടുതൽ തൈകളെ ഈ വിത്തിൽ കിട്ടും. ഇവിടെ വിത്ത് കണ്ടില്ലേ, ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ തൈകൾ ഉണ്ടാക്കാം. അപ്പൊ ഇത് ഒരു 3-4 വീണ്ടും ഒരു തവണയല്ല, വീണ്ടും ഉണ്ടാവും. വളം ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതേമാതിരി അടുത്ത പൂവുണ്ടാവും.
ഓ അപ്പൊ ശരിക്കും ഇങ്ങനത്തെ ഒരു 2-3 ഒരു ചെടി ചെടി നട്ടാ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ടാവും. മല്ലിയില അപ്പൊ വാങ്ങേണ്ട ഇത് ആവശ്യമില്ല. അതെ അതെ. പിന്നെ ഇതിന്റെ മണമുണ്ട്, നല്ല ഗുണമുണ്ട്. മണം മാത്രമല്ല ഗുണവും കൂടിയാണ് ഏറ്റവും കൂടുതലുള്ളത്. സാധാരണ മല്ലിയില യാതൊരു കാരണവശാലും കടകളിൽ നിന്ന് വാങ്ങരുതെന്ന് പറയാറുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് ഈ വരുന്നത്. അത് കെമിക്കലിൽ മുക്കിയിട്ടാണ് അവർ തരുന്നത്. അത് ഒരാഴ്ച അവിടെ അങ്ങനെ വെച്ചിരുന്നാൽ കേടുവരില്ല. നമ്മൾ സ്വന്തമായിട്ട് മല്ലി വാങ്ങി മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതിന് ഔഷധ ഗുണം കൂടുതലുണ്ട്. അപ്പോൾ സാധാരണ വീടുകളിൽ രസം വയ്ക്കാൻ ഇതിൻ്റെ 2 ഇല പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ രസം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് രസത്തിന് നല്ല സ്വാദം ഉണ്ടാവും. പിന്നെ അത് കൂടാതെ കണ്ട് ചമ്മന്തി അരച്ച് കഴിക്കാൻ ഇല ഏറ്റവും നല്ല ഇതാണ്. ആഫ്രിക്കൻ മല്ലിയെക്കുറിച്ചുള്ള ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.